ലോകം തരുന്ന എല്ലാ സന്തോഷവും അല്പ മിനിറ്റുകളെ ഉള്ളൂ. എന്നാൽ ദൈവം തരുന്ന സന്തോഷം, കർത്താവിങ്കലെ സന്തോഷം എൻ്റെ ബലമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം, അതാണ് ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷം. സന്തോഷിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്ത ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് സമ്പത്തിന് കുറവില്ല, ആരോഗ്യത്തിന് കുറവില്ല, നല്ല കുടുംബം, പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചിലർക്ക് വീടില്ല, അത് നിമിത്തം സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചിലർ രോഗിയാണ്, അത് നിമിത്തം സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചിലർ സ്വപ്നം കണ്ടതൊരു ലൈഫ് കിട്ടിയില്ല, അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സന്തോഷിക്കാൻ കഴിയാത്ത 100 കാരണങ്ങൾ ലോകം നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുക. എന്നാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവപൈതലിന് സന്തോഷിക്കാനുള്ള വക എവിടെയാണെന്നാണ് ഇന്നത്തെ ധ്യാനം. 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവസന്നിധിയിലാണ് ഒരു ദൈവപൈതലിന് സന്തോഷിക്കാൻ കഴിയുന്നത്. ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയോട് എഴുതി ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. ഒരു മനുഷ്യൻ സന്തോഷിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തും. ഞാൻ ഈയിടെ ഒരു മനുഷ്യനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹം ബൈബിള് വായിക്കുന്നയാളാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളാണ്, പക്ഷെ അദ്ദേഹം മദ്യപിക്കുന്നയാളുമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മദ്യപിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉത്തരം, മദ്യപിക്കുമ്പോൾ അല്പം സന്തോഷം ലഭിക്കും. അപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിലും ബൈബിള് വായിക്കുന്ന ആളാണെങ്കിലും പ്രാർത്ഥനയിലും ബൈബിള് വായനയിൽ ലഭിക്കാത്തൊരു സന്തോഷം അദ്ദേഹത്തിന് മദ്യത്തിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ലഭിക്കുന്ന സന്തോഷം അരമണിക്കൂറോ 3/4 മണിക്കൂറോ. ഞാൻ ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ലോകം തരുന്ന എല്ലാ സന്തോഷവും അല്പ മിനിറ്റുകളെ ഉള്ളൂ. എന്നാൽ ദൈവം തരുന്ന സന്തോഷം, കർത്താവിങ്കലെ സന്തോഷം എൻ്റെ ബലമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം, അതാണ് ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷം. സ്നേഹിത, ഈ ലോകത്തിൽ എത്ര കോടി കണക്കിന് രൂപ മുടക്കി നീ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അത് അല്പനേരം കൊണ്ട് തീർന്നു. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ആനന്ദിക്കാൻ കഴിയാത്തവർ ആനന്ദിക്കുന്ന ഒരിടം ദൈവസന്നിധിയാണ്. സങ്കീർത്തനക്കാരൻ പറയുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, ദൈവത്തിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. കർത്താവ് ഉള്ളിൽ വരുമ്പോഴാ ഒരുവന്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകുന്നത്. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ആത്മീക സന്ദേശം, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നിന്റെ അകത്തുണ്ടാകുന്ന സന്തോഷം, ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് ലോകത്തിൽ ഒരു ശക്തിക്കും തരാൻ കഴിയത്തില്ല. ആ നിത്യമായ സന്തോഷം, ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. ആ പരിശുദ്ധാത്മ സന്തോഷമാണ് നിന്നെ ദൈവം കൊണ്ടിരുത്തിയ അവന്റെ രാജ്യം. ആ രാജ്യത്തിരുന്ന് നമുക്ക് സന്തോഷിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവ്, സ്വർഗസ്ഥ പിതാവ്, ഒത്തിരി പേർ സന്തോഷം കണ്ടെത്തുന്ന ഒത്തിരി കാര്യങ്ങളിലെ ആ സന്തോഷം മിനിറ്റുകൾ കൊണ്ട് തീരുവന്നു. ആർക്കും എടുത്തു മാറ്റാൻ വയ്യാത്ത ആ വലിയ സന്തോഷം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലുണ്ടെന്നും രാവിലെ തന്ന സന്ദേശത്തിന് നന്ദി. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിനക്ക് സന്തോഷിക്കാനുള്ള വക തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.